ഒരു വകയ്ക്കും കൊള്ളാത്ത ഊള നേതാക്കളാണ് കേരളത്തിലെ BJPയുടെ പരാജയത്തിന് കാരണമെന്ന് പാർട്ടി ശത്രുക്കൾ ഇടയ്ക്കിടെ പറയും. അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്കറിയാമെങ്കിലും കൊള്ളാവുന്ന ആരെയെങ്കിലും പാർട്ടിക്ക് കിട്ടിയാൽ തരക്കേടില്ലെന്ന് എല്ലാ കോർ കമ്മിറ്റിയിലും നമ്മൾ വിലയിരുത്താറുണ്ട്. ഇങ്ങനെ വിലയിരുത്തിയിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വിഷം റിട്ടയർഡ് DGP TP സെൻകുമാർ പുറത്തേക്ക് വിട്ടത്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചാക്ക് എന്ന നിലയിൽ മിസ്കാൾ അടിച്ച് പാർട്ടി പ്രസിഡന്റായ കുമ്മനഞ്ചി സെൻകുമാറിനെ ക്ഷണിക്കുകയാണ്. വന്നേ, താമരയിൽ വന്നിരിക്കുന്നേ എന്നതാണ് ഇപ്പോഴത്തെ ലൈൻ. ലവ് ജിഹാദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോയൊരു കുട്ടി വാസ്തവത്തിൽ ലവ് ആയിരുന്നത് വേറൊരാളായിട്ടാണ്, പക്ഷേ മാരേജ് കഴിച്ചത് മറ്റൊരാളായിട്ടാണ് കഴിക്കപ്പെട്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അത് ഇല്ല എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ടും ശരിയല്ല. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ വീണ്ടും പറയുള്ളൂ. കാരണം ഒന്ന്, ഇന്ത്യയുടെ ഉള്ളിൽ നിൽക്കുന്നവരാണ്. വേറെ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ അതിർത്തിക്ക് ഉള്ളിൽ നിൽക്കുന്നവരാണ്. മറ്റത് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തുനിന്നുള്ളൊരു ശക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദീർഘകാലം പോലീസ് സേനയിൽ പ്രവർത്തിച്ച് കിട്ടിയ പരിചയത്തിൻ്റെയും അറിവിൻ്റെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരു DGP ആയിരുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ വെറുതെ ലാഘവ ബുദ്ധിയോടുകൂടി തള്ളിക്കളയാനാവില്ല. അദ്ദേഹം എണ്ണി കാര്യങ്ങൾ വെട്ടിത്തുറന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സത്യസന്ധനായ, അങ്ങേയറ്റം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നീണ്ട സർവീസിനിടയിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും എതിർപ്പുകളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. BJPയുടെ നയങ്ങളെയും സമീപനത്തെയും വീക്ഷണത്തെയും അംഗീകരിക്കാൻ തയ്യാറുള്ള ആർക്കും പാർട്ടിയിലേക്ക് വരാം. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. അല്ല, ആർക്കും വരാം, അതാരായിരുന്നാലും. പക്ഷേ BJPയുടെ നിലപാടുകൾ സ്വാഗതാർഹമാണോ ഇല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം ചില നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളോട് പൂർണ്ണമായും യോജിപ്പ് BJPക്കുണ്ട്. മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്കെ ദാദാ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്കെ ബീച്ച് മേ ഏക്ക് ബഡാ ദാദാ. പക്ഷേ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നയമുണ്ട്, നിലപാടുകളുണ്ട്, അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയിലും ചേരുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പറയാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടവരും പ്രവർത്തിക്കേണ്ടവരും, അത്രയേ ഉള്ളൂ. അതാരെയും എന്താണ് പറയുന്നത്, ദുഷിച്ച് കണ്ടുകൊണ്ടല്ല, എല്ലാത്തിനെയും എല്ലാ നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. എല്ലാത്തിലും നന്മകളുണ്ട്, എല്ലാത്തിലും മോശക്കാരുമുണ്ട്. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അതെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് BJPക്ക് അനുകൂലമാണോ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ. സമയമുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തല്ലേ ഉള്ളൂ. അദ്ദേഹം പറയട്ടെ. ആ വക കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിക്കുള്ളിലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അഭിപ്രായം പറയാൻ തക്ക വിധത്തിൽ പാകമായിട്ടില്ല ആ വിഷയം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ആ അഭിമുഖത്തിലും പറഞ്ഞു, ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇപ്പോഴൊന്നും. മനസ്സിലായോ? അതെല്ലാം കവർ ചെയ്തു അതിൽ. ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കുറേ നാൾ മാർക്സിസ്റ്റുകാരനായിട്ട് നടന്നിട്ടുണ്ട്. അന്ന് സഖാവ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അവിടെ കാവൽ കിടക്കുന്നവരുണ്ട്. കോൺഗ്രസ്സുകാരനായിട്ട് നടന്നു, BJPക്കാരനായിട്ട് നടന്നു. ഇപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ആ മൂന്നിലും ഞാൻ ഏതായാലും എത്തിപ്പെടില്ല എന്ന് തോന്നുന്നു. കേട്ടോ? സ്വകാര്യ നഴ്സുമാരുടെ ശമ്പള വർധനവിൽ സർക്കാർ ഒരു തീരുമാനവും അനുകൂലമായി എടുക്കുന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ കോഴിക്കച്ചവടക്കാരെ വരട്ടെ പോലെ ഒറ്റ വരട്ട് ഡബിൾ ചെങ്ക് മുഖ്യൻ ആശുപത്രിക്കാരെ നോക്കി പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഇതിലുള്ളൂ. പിന്നൊരു കാര്യം,
നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചാൽ ചികിത്സാ ചെലവ് കൂടുമെന്നാണ് സ്വകാര്യ ആശുപത്രിക്കാരുടെ സങ്കടം. അച്ചോടാ പാവങ്ങൾ. ഇപ്പോൾ രോഗികളുടെ കയ്യിൽ നിന്ന് പുളുങ്കുരുവാണല്ലോ വാങ്ങുന്നത്. എന്തായാലും ന്യായമായ വേതനത്തിനായി പോരാട്ടം തുടരുന്ന മാലാഖമാർക്ക് ദിൻദരികർ ദോമിന്റെ വക ഒരു പോരാട്ടകാൻ. നാട്ടിൽ വേറെ ജോലി കിട്ടാണ്ടൊന്നുമല്ലല്ലോ, എന്ത് കണ്ടിട്ടാ പോവാൻ നിൽക്കുന്നത്? സാർ, നാട്ടിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്നറിയോ സാറേ? ലോൺ എടുത്തും കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും, കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചു തീരില്ല സാറേ. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ അതിനെതിരെ എസ്മ പ്രയോഗിക്കാൻ കോടതി മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ അപഹാസ്യമായി തന്നെ കാണേണ്ടി വരും. നഴ്സുമാർക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് രോഗിയെ നോക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ്. പണിമുടക്കിക്കൊണ്ട് സമരം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പണിമുടക്കരുത് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് ഈ പനിയൊക്കെയുള്ള സമയത്ത്. എന്റെ കാര്യം മാത്രമല്ല, ഇവിടൊക്കെ വരുന്ന എല്ലാ നഴ്സുമാരുടെ അവസ്ഥ ഇത് തന്നെയാ സാർ. ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലെ അവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ആഴ്ചയിലെ തരികിടകൾ ഇവിടെ പൂർണ്ണമാകുന്നു. മനുഷ്യസ്നേഹികളെല്ലാം ചേർന്ന് പാതിരായ്ക്ക് നട റോഡിൽ സ്വന്തം വണ്ടിയിൽ പീഡനത്തിനിരയായ നടിയെ ഇനി പ്രതിയാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന അഭ്യർത്ഥനയോടെ അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നല്ല നമസ്കാരം.